ചിത്രോദയം സ്നാപ് ന്യൂസിലേക്ക് സ്വാഗതം. കുവൈറ്റിലെ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് കുവൈറ്റ് സർക്കാരും നഷ്ടപരിഹാരം നൽകുന്നു. മംഗഫിൽ 25 മലയാളികൾ ഉൾപ്പെടെ 49 പേരുടെ മരണത്തിന് ഇടയാക്കിയ സംഭവത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് $15,000 വീതം സഹായധനമായി നൽകാൻ കുവൈറ്റ് സർക്കാർ തീരുമാനിച്ചെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുമ്പോൾ ഏകദേശം 12,50,000 രൂപയോളം വരും ഇത്. ദുരന്തബാധിതർക്ക് ഇന്നുവരെ പ്രഖ്യാപിക്കപ്പെട്ടതിലെ ഏറ്റവും ഉയർന്ന നഷ്ടപരിഹാര തുകയാണിത്. സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക അറബ് മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അതേസമയം ഇക്കാര്യത്തിൽ കുവൈറ്റ് സർക്കാരിന്റെയോ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്നോ ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ധനസഹായം മരണമടഞ്ഞ രാജ്യക്കാരുടെ എംബസികൾ വഴിയാകും വിതരണം ചെയ്യുക. മംഗഫ് ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാൻ അമീർ ഷെയ്ഖ് മിഷൽ അൽ അഹമ്മദ് അസബാഹ് സംഭവ ദിവസം തന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ഇത് എത്ര തുകയാണെന്ന് അറിയിച്ചിരുന്നില്ല. അപകടത്തിൽ 25 മലയാളികൾ ഉൾപ്പെടെ 45 ഇന്ത്യക്കാരും 3 ഫിലിപ്പിനോകളും ഉൾപ്പെടെ 49 പേരാണ് മരണമടഞ്ഞത്. ഒരാളുടെ മൃതദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നുമുണ്ട്. അതേസമയം കുവൈറ്റ് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും മതിയായ നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. തീപിടുത്തത്തിൽ മരണമടഞ്ഞ മലയാളികളുടെ കുടുംബാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ നിശ്ചയിച്ചിട്ടുണ്ട്. മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം സഹായം നൽകാമെന്ന് പ്രവാസി വ്യവസായി MA യൂസഫ് അലിയും 2 ലക്ഷം രൂപ വീതം സഹായം നൽകാമെന്ന് പ്രവാസി വ്യവസായി രവി പിള്ളയും അറിയിച്ചിട്ടുണ്ട്. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 2 ലക്ഷം രൂപ വീതം സഹായം നൽകും. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 8 ലക്ഷം രൂപയും 4 വർഷത്തെ ശമ്പളത്തിന് തുല്യമായ തുക ഇൻഷുറൻസായി നൽകുമെന്ന് NDBC മാനേജിംഗ് ഡയറക്ടർ KG എബ്രഹാമും നേരത്തെ അറിയിച്ചിരുന്നു. മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ നേരിട്ട് പോയി കാണുമെന്നും അവർക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും കമ്പനി അറിയിച്ചു. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു വന്നത് ശരിയല്ല. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം. അപകടം നടന്ന സമയത്ത് 80 പേരിൽ കൂടുതൽ അവിടെ ഉണ്ടായിരുന്നില്ല. സെക്യൂരിറ്റി ക്യാബിനിൽ നിന്നാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതേസമയം കുവൈത്തിൽ താമസ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പ്രവാസികളെ സർക്കാർ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റി. ഗാർഹിക തൊഴിലാളി വിസയിലുള്ള ബാച്ചിലർമാരായ നിരവധി പ്രവാസികളാണ് ബനീദ് അൽ ഗർ പ്രദേശത്തെ താമസ കേന്ദ്രത്തിൽ പിടിയിലായതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നത്. മലയാളികൾ ഉൾപ്പെടെയുള്ളവർ പിടിയിലായിട്ടുണ്ടെന്നാണ് സൂചന. താമസ സുരക്ഷയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ ലംഘിച്ചായിരുന്നു അവിടെ കഴിഞ്ഞിരുന്നത്. പരിശോധനയെ തുടർന്ന് ഈ താമസ കേന്ദ്രങ്ങൾ അധികൃതർ അടച്ചുപൂട്ടുകയും ചെയ്തിരുന്നു. മഗഫിലെ തീപിടുത്തത്തെ തുടർന്ന് ലേബർ ക്യാമ്പുകളിൽ കുവൈറ്റ് സർക്കാർ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കുവൈത്തിലെ മംഗഫിലെ ഫ്ളാറ്റ് സമുച്ചയത്തിലെ തീപിടുത്തത്തെ തുടർന്നുണ്ടായ ദുരന്തം വഷളാക്കിയത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ്. 20ഓളം ഗ്യാസ് സിലിണ്ടറുകളാണ് പൊട്ടിത്തെറിച്ചത്. തീർത്തും ഭയാനകമായിരുന്നു ആ കാഴ്ചകളെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. തൊഴിലാളികളെല്ലാം ഗാഠമായ ഉറക്കത്തിലായിരുന്നു. ആ സമയത്താണ് തീപിടുത്തമുണ്ടായതും വലിയ ദുരന്തത്തിലേക്ക് നയിച്ചതും. തീ ആളിപ്പടർന്നതിന് പിന്നാലെ ആളുകൾ രക്ഷപ്പെടാനായി നടത്തിയ ശ്രമങ്ങൾക്കിടെ തിക്കും തിരക്കുമുണ്ടായി. ഇതോടെ പലരും രക്ഷപ്പെടാനായി കെട്ടിടത്തിന് പുറത്തേക്ക് ചാടുകയായിരുന്നു. നിരവധി പേർക്കാണ് ഗുരുതരമായി തന്നെ പരിക്കേറ്റിരിക്കുന്നത്. 5 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഒരാൾ 5ാം നിലയിൽ നിന്നാണ് എടുത്തു ചാടിയത്. എന്നാൽ ബാൽക്കണിയിൽ ഇടിച്ച് ദാരുണമായിട്ടാണ് മരിച്ചതെന്ന് ദൃക്സാക്ഷികളിൽ ഒരാൾ പറയുന്നു. ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് കെട്ടിടമാകെ തീ ആളിപ്പടർന്നു. ഉറങ്ങിയവരൊന്നും തീ പടർന്നത് അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇവർ പുക കയറി ശ്വാസം മുട്ടിയാണ് എഴുന്നേറ്റത്. ചുറ്റും കറുത്ത പുകയായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു. 4:30 മണിയോടെ അപകടമുണ്ടായെങ്കിലും 6 മണിയായപ്പോഴാണ് അധികൃതരും പോലീസുമെല്ലാം വിവരമറിയുന്നത്. ഇതിനിടയിൽ നിരവധി ജീവനുകളാണ് ദുരന്തത്തിൽ പൊലിഞ്ഞത്. കെട്ടിടത്തിൽ ലിഫ്റ്റ് സൗകര്യവുമില്ലായിരുന്നു. ഇത് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതായിരുന്നു. പലരും കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിപ്പോവുകയും പിന്നീട് പുകയെ തുടർന്ന് ശ്വാസം മുട്ടി മരിക്കുകയുമായിരുന്നു. താഴത്തെ നിലയിൽ തീ പടർന്നതോടെ മുകളിലുള്ള ഫ്ളാറ്റുകളിൽ നിന്ന് ചാടി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളും ഇതോടെ കനത്ത പുകയുമെല്ലാമാണ് മരണനിരക്ക് വർദ്ധിപ്പിച്ചത്. അതേസമയം അഗ്നിശമന സേനാ പ്രവർത്തകർ ഇക്കാര്യത്തിൽ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഇവരാണ് അപകടം നടന്ന ഉടൻ സംഭവ സ്ഥലത്ത് എത്തിയത്. അതുകൊണ്ട് മാത്രമാണ് മരണസംഖ്യ കുറഞ്ഞതെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇവർ അവസരോചിതമായി ഇടപെടുകയും കെട്ടിടത്തിനകത്ത് കുടുങ്ങിയവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. പലരും കെട്ടിടത്തിന്റെ ടെറസിലേക്കാണ് ഓടിക്കയറിയത്. കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് പാസേജ് അടച്ചിരുന്നതും അപകടത്തോത് ഉയർത്തിയതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇത് കുടുങ്ങിപ്പോയവരെ അടക്കം രക്ഷപ്പെടുത്തുന്നതിന് തടസ്സമായി. താഴത്തെ നിലയിൽ സുരക്ഷാ ജീവനക്കാരന്റെ മുറിയിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് സൂചന. അതേസമയം കുവൈത്തിൽ കർശനമായ നടപടികൾ ദുരന്തത്തിന് പിന്നാലെ ആരംഭിച്ചിട്ടുണ്ട്. വിവിധ കെട്ടിടങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്.